യേഷാമർത്തേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്യുക്ത്വാ ധനാനി ച ആചാര്യ പിതര പുത്രാസ്തദൈവ ച പിതാമഹ മാതുലാ ശുശ്രുരാ പൗത്രോ ശ്യാലാ സംബന്ധിനസ്തദാ. ആർക്കു വേണ്ടിയാണോ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും നാം ആഗ്രഹിച്ചത്, ആ ആചാര്യന്മാരും പിതാക്കളും പുത്രന്മാരും അതുപോലെ മുത്തശ്ശന്മാരും അമ്മാവന്മാരും ശുശ്രൂരന്മാരും പൗത്രന്മാരും അളിയന്മാരും അതുപോലെ ബന്ധുക്കളും പ്രാണനും ധനവും ഉപേക്ഷിച്ച് യുദ്ധക്കളത്തിൽ യുദ്ധസന്നദ്ധരായി നിൽക്കുന്നു. മാധവ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു യുദ്ധം ചെയ്യാൻ എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അർജുനന്റെ വാക്കുകളാണത്. നമസ്കാരം, ഉപാസനയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദ യോഗത്തില് 33-34 ശ്ലോകങ്ങളും ആ ശ്ലോകങ്ങളുടെ വാക്യാർത്ഥവുമാണ് ഇപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത്. ഭഗവാനോട് അർജുനൻ പറയാണ്, ഞാൻ എന്താ ചെയ്യുക? ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ യുദ്ധം ചെയ്യുന്നത്? എന്തൊക്കെ നേടാൻ വേണ്ടിയിട്ടാണോ ഞാൻ യുദ്ധം ചെയ്യുന്നത്? ഈ പറയുന്ന ആളുകളെ എല്ലാം നിഗ്രഹിച്ച് എനിക്ക് എന്താണ് ഒരു സുഖം കിട്ടുക? എന്താണ് ഞാൻ ഈ യുദ്ധം കൊണ്ട് നേടുക എൻ്റെ ഭഗവാനെ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, ഒരു ലൗകിക ജീവിത രീതി പിന്തുടരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ധനവും രാജ്യവും എല്ലാം ആ വ്യക്തിയുടെ ലൗകിക ജീവിതത്തിന് വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ തൻ്റെ വേണ്ടപ്പെട്ടവര്, തനിക്ക് വേണ്ടപ്പെട്ട തൻ്റെ ധനത്തിനും തൻ്റെ രാജ്യത്തിനോടൊപ്പം തനിക്ക് വേണ്ടപ്പെട്ടവരും കൂടി തൻ്റെ ഒപ്പം ഉള്ളപ്പോഴാണ് താൻ ഈ നേടിയതെല്ലാം സന്തോഷത്തിന് ഇട നൽകുന്നതായിട്ട് ഭവിക്കുന്നത്. എന്നാൽ താൻ എല്ലാം നേടി, പക്ഷേ തൻ്റെ വേണ്ടപ്പെട്ടവരാരും തൻ്റെ ഒപ്പം ഇല്ലെന്ന് ആയാൽ പിന്നെ ഈ നേടിയതിലെല്ലാം എന്താണ് ഗുണം? നല്ലൊരു ചിന്തയാണത്. ഒരു സാധാരണ വ്യക്തിയെക്കുറിച്ച്, ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചിന്തയാണ്, സൽസ്വഭാവമാണത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ഭഗവാന് യാതൊരു കുലുക്കുമില്ല. അദ്ദേഹം അർജുനന്റെ വാക്കുകളെല്ലാം കേട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം സംഭവിക്കുന്നത്, ഒരു ഭൗതിക ജീവ രംഗത്ത് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണ്. പക്ഷേ ഒരു ആത്മീയ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആത്മീയ ജീവിത രീതിയെ സംബന്ധിച്ചിടത്തോളം ആണ് ഇത് തെറ്റായി വരുന്നത്. അപ്പൊ ഇവിടെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഈ ഒരു സാഹചര്യം ശരിയോ തെറ്റോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഇവിടെ സാഹചര്യം? പല രീതികളെ കൊണ്ട് ദുഷ്ടന്മാരായിട്ടുള്ള കൗരവര് അവരെ ആ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭഗവാൻ ഉൾപ്പെടെ പല ആളുകളും പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ ഇതൊന്നും അവർക്ക് മനസ്സിലാവാതെ അവർ വീണ്ടും ആ ഒരു ദുഷ്ടതയുടെ പാതയിൽ കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ യുദ്ധം ആസന്നമായത്. ഈ യുദ്ധസന്നദ്ധരായിട്ടാണ് അർജുനനും എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി മറ്റൊരു ന്യായീകരണത്തിനൊന്നിനും പ്രസക്തിയില്ല. ആത്മീയ ചിന്തയിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന ഒരു മാനദണ്ഡം മാത്രം മുൻനിർത്തിയാണ് ഇവിടെ യുദ്ധം ശരിയാണ്, യുദ്ധം അനിവാര്യമാണ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കാം യുദ്ധത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, യുദ്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ആ യുദ്ധത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യത്തെ കൂടി
നമ്മൾ ചിന്തിക്കണം, കണക്കാക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ യുദ്ധം അനിവാര്യമായിരുന്നോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. യുദ്ധം മാനവരാശിയുടെ നാശം തന്നെയാണ്. അങ്ങനെയുള്ള അനവധി രീതിയിലുള്ള ഈ യുദ്ധം ഒഴിവാക്കാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് വീണ്ടും യുദ്ധം അനിവാര്യമായി വരികയാണെങ്കിൽ അവിടെ യുദ്ധം ധർമ്മമാണ്, അല്ലെങ്കിൽ ആ യുദ്ധഭൂമി ധർമ്മഭൂമിയാണ്. ഇതുകൊണ്ടാണ് ഭഗവാൻ അവിടെ യുദ്ധ സന്നദ്ധരായിട്ട് അല്ലെങ്കിൽ ഒരു കുരുക്ഷേത്ര യുദ്ധം സമാഗതമായിട്ട് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അർജുനന്റെ ചിന്തകൾ ശരിയല്ലാതെ വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മുന്നേ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ചിന്തകളെല്ലാം നമ്മൾ മുന്നേ ചിന്തിക്കണം. നമുക്ക് നേടിയിട്ട് എന്താണ് ഫലം, നമ്മൾ ഈ കൊല കൊണ്ട് നമുക്ക് എന്താണ് ഫലം, ഇതെല്ലാം നമ്മൾ മുന്നേ ചിന്തിക്കണം. ഇതെല്ലാം ചിന്തിച്ചതിന് ശേഷം അതെല്ലാം കഴിഞ്ഞ് അവിടെ ആസന്നമായിരിക്കുകയാണ് യുദ്ധം. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ അർജുനൻ ഇങ്ങനെ ആശങ്കപ്പെടുമ്പോഴും ഭഗവാൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. മിണ്ടാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അർജുനന് പറയാനുള്ളത് പറയട്ടെ, അത് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ മിണ്ടാതെ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു തുടങ്ങി. അതാണല്ലോ നമ്മൾ പഠിക്കുന്നത് ഭഗവത്ഗീത. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ധർമ്മം എന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനം കൂടി ഭഗവത്ഗീതയിൽ കൂടി ഭഗവാൻ തരികയാണ്. നമ്മൾ ചിന്തിക്കുന്നതല്ല ധർമ്മം, അല്ലെങ്കിൽ ശരിയോ തെറ്റോ എന്നുള്ളതല്ല ധർമ്മം. ആ ഒരു പ്രത്യേക സാഹചര്യത്തിന് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതാണ് ഇവിടെ ധർമ്മം. അപ്പോൾ ഈ കുറച്ച് ശ്ലോകങ്ങളിലെല്ലാം അർജുനൻ തൻ്റെ സംശയങ്ങളാണ് ഭഗവാനോട് ചോദിക്കുന്നത്. ഈ അർജുനന്റെ സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംശയങ്ങൾ. അപ്പൊ ഈ സംശയങ്ങളെല്ലാം വളരെ സന്മനസ്സോടുകൂടി നിശബ്ദനായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ആ തേർത്തട്ടിൽ. എന്നിട്ട് ആണ് ഭഗവാൻ നമുക്ക് ആ ചോദ്യങ്ങളെയെല്ലാം വളരെ നന്നായി മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഉത്തരം തരുന്നത്. അപ്പോൾ അർജുനന്റെ അടുത്ത സംശയങ്ങളും എല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നുണ്ട്. നമുക്ക് ആ അർജുനന് ഇനി ഉണ്ടാകുന്ന സംശയങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാം. നമുക്ക് അത് മനസ്സിലാക്കാം. അടുത്ത ഒരു ശ്ലോകവും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.